കൊട്ടിയൂര് ക്ഷേത്ര ദർശനത്തിനെത്തിയ ജയസൂര്യയുടെ ചിത്രം പകർത്തിയ വീഡിയോഗ്രാഫർക്കെതിരെ മർദ്ദനം. ക്ഷേത്ര ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫോട്ടോ പകർത്തിയത്. ആ ഫോട്ടോ പകർത്തിയത് ജയസൂര്യയുടെ കൂടെ വന്ന ആളുകൾക്ക് ഇഷ്ടമായിട്ടില്ല. ഇതുപോലെ കുറേ സെലിബ്രിറ്റികൾ നമ്മുടെ നാട്ടിൽ കാണിക്കുന്നുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ വെറും ജാടത്തെണ്ടികളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നമ്മൾക്ക് സെലിബ്രിറ്റികളെയൊക്കെ പൊതുജനങ്ങൾക്ക് കാണാൻ കിട്ടുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് വരുമ്പോഴാണ്. അപ്പോഴാണ് ഇനി സാധാരണക്കാരായാലും ദേവസ്വത്തിൻ്റെ ആൾക്കാരായാലും ഇതുപോലെ വീഡിയോയും ഫോട്ടോയും ഒക്കെ പകർത്തുന്നത്. ഇപ്പം എന്തായാലും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ. 28 ദിവസമാണ് കൊട്ടിയൂർ അമ്പലത്തിൽ ആ ഒരു ഉത്സവം ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് അവിടെ എത്തുന്നത് 10,000-കണക്കിന് ആൾക്കാരാണ്. ഭയങ്കരമായിട്ടുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഈ ഒരു സമയത്ത് അവിടെ വന്ന് ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു സെലിബ്രിറ്റി ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭക്തജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു സംഭവമാണ്. അത്തരത്തിൽ ഫോട്ടോയോ വീഡിയോയോ ഒന്നും പകർത്താൻ ഇഷ്ടമില്ലാത്തവരെന്ത് ചെയ്യണം? വീട്ടിലിരിക്കണം. അതാണ് എനിക്ക് ജയസൂര്യനോട് പറയാനുള്ളത്. ജയസൂര്യ വീട്ടിലിരുന്നിട്ട് ഭഗവാനെ വിളിക്കുക. ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭക്തൻ്റെ വേഷം കെട്ടിയിട്ട് ഈ അമ്പലനടയിലേക്ക് ഇത്രയും തിരക്കുള്ള സമയത്ത് വരേണ്ട കാര്യമില്ല. വീട്ടിലിരുന്ന് വിളിച്ചാലും ഭഗവാൻ കേൾക്കും. പ്രത്യേകിച്ചും ജയസൂര്യയെ പോലുള്ള ഒരാൾ.